ഉച്ച സമയം പഞ്ചായത്ത് ഓഫീസിൽ പോയ ശാന്തമ്മ വീട്ടിൽ തിരിച്ചെത്തി. മകൾ രഞ്ജിനിയും അവളുടെ 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങളുമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെത്തിയ ശാന്തമ്മ രഞ്ജിനിയെ വിളിച്ചു. പക്ഷെ ഉള്ളിൽ നിന്ന് അനക്കമൊന്നുമില്ല. ആശങ്കയോടെ അവർ അകത്ത് കയറി നോക്കി. പിന്നെ ആ വീട്ടിൽ നിന്ന് ഉയർന്നത് ശാന്തമ്മയുടെ നിലവിളിയാണ്. കൊല്ലം അഞ്ചലിലെ അലൈമൺ ഏറത്തെ വാടക വീട്ടിൽ യുവതിയും നവജാത ശിശുക്കളും കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. അഞ്ചൽ CI ഷാനവാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കഴുത്തിലും നെഞ്ചിലും ആഴത്തിൽ മുറിവേറ്റ് കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു രഞ്ജിനിയുടെ മൃതദേഹം. കുഞ്ഞുങ്ങളാകട്ടെ കിടപ്പുമുറിയിലെ ബെഡിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലും. ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്? രഞ്ജിനിയുടെ ഭർത്താവിനെ അന്വേഷിച്ചു. പക്ഷെ അവർക്ക് ഭർത്താവില്ല. അയൽവാസിയായ ദിവിൽ കുമാറിൽ നിന്നാണ് രഞ്ജിനി ഗർഭിണിയായതും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും. പഞ്ചാബ് പത്താൻകോട്ടിൽ സൈനികനായിരുന്ന ഇയാൾ പക്ഷെ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ രഞ്ജിനി വനിതാ കമ്മീഷനിൽ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് ദിവിൽ കുമാറിനോട് നാട്ടിലെത്തി DNA പരിശോധനയ്ക്ക് ഹാജരാകാൻ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷെ അയാൾ ഹാജരായില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ രഞ്ജിനിയും മക്കളും ഇല്ലാതാകേണ്ടത് ദിവിൽ കുമാറിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ അയാൾ ആയിരിക്കുമോ കൊലപാതകി? ദിവിൽ കുമാറിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ കൊലപാതകം നടക്കുന്ന ദിവസം ഇയാൾ പത്താൻകോട്ടിൽ ജോലി സ്ഥലത്ത് തന്നെയുണ്ട്. അപ്പോൾ കൊന്നത് അയാളല്ല, പിന്നെ ആര്? ഉച്ചയ്ക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിന്റെയും ഓടിച്ചു പോകുന്നതിന്റെയും ശബ്ദം കേട്ടുവെന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, കൊലപാതകി ഒരു പ്ലാസ്റ്റിക് പൊതി വീട്ടിൽ മറന്നു വെച്ചിട്ടുമുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് ഒരു ബൈക്കിന്റെ RC ബുക്കും ബൈക്ക് വാങ്ങിയതിന്റെ രേഖകളുമാണ്. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ഒരാളുടേതായിരുന്നു RC ബുക്ക്. വിൽപ്പന ചീട്ടിൽ ബൈക്ക് വിറ്റ വർക്ക്ഷോപ്പിന്റെ പേരുമുണ്ടായിരുന്നു. അനിൽകുമാർ എന്ന ഒരാൾക്കാണ് ബൈക്ക് വിറ്റിരിക്കുന്നത്. പോലീസ് ആദ്യം RC ബുക്കിന്റെ ഉടമയെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ബൈക്ക് ശ്രീകാര്യത്തെ വർക്ക്ഷോപ്പിൽ വിൽക്കാൻ കൊടുത്തുവെന്ന്. തുടർന്ന് വർക്ക്ഷോപ്പിൽ ചെന്നു. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു അനിൽകുമാർ എന്ന പട്ടാളക്കാരനും അയാളുടെ സുഹൃത്ത് ഒരു മഹേഷുമാണ് ബൈക്ക് വാങ്ങിയതെന്ന്. കൊല്ലം പള്ളിമുക്കിലെ മേൽവിലാസമാണ് അനിൽകുമാർ നൽകിയത്. ആ വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വീടുണ്ട്, പക്ഷെ അവിടെ ആരും താമസമില്ല. തുടർന്ന് അനിൽകുമാർ എന്നൊരാളെ അറിയുമോ എന്ന് കൊല്ലപ്പെട്ട രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയോട് ചോദിച്ചു. അവർ പറഞ്ഞു അറിയാം, ദിവിൽ കുമാറിന്റെ സുഹൃത്താണ്. രഞ്ജിനി ആശുപത്രിയിൽ പ്രസവത്തിന് കിടന്നപ്പോൾ അയാൾ വന്നിരുന്നു. ദിവിലിന്റെ സുഹൃത്താണെന്നും ഇരുവരുടെയും കല്യാണം നടത്താൻ സഹായിക്കാമെന്നുമെല്ലാം അയാൾ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നപ്പോഴും അയാൾ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കൊലപാതകം നടന്ന ദിവസവും അനിൽകുമാർ വീട്ടിൽ വന്നിട്ടുണ്ട്. ശാന്തമ്മയെ നിർബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് അയച്ചതും ഈ അനിൽകുമാറാണ്. ശാന്തമ്മയ്ക്കൊപ്പമാണ് അന്നേ ദിവസം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അനിൽകുമാറിന്റെ രേഖാചിത്രം വരച്ച് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ ബൈക്ക് വിറ്റ വർക്ക്ഷോപ്പിലെ ഒരു ജീവനക്കാരൻ ഒരു നിർണായക വിവരം വെളിപ്പെടുത്തി. ഒരു ദിവസം ഈ അനിൽകുമാർ വർക്ക്ഷോപ്പിലെത്തി വഴിയിൽ പഞ്ചറായി കിടക്കുന്ന ബൈക്ക് നന്നാക്കാൻ ജീവനക്കാരനെയും കൂട്ടിപ്പോയി. വഴിക്ക് വെച്ച് അയാൾ ഉള്ളൂർ കേശവദാസപുരം റോഡിൽ മോസ്കിനടുത്തുള്ള ATM-ൽ നിന്നും പണം പിൻവലിച്ചു. ഇതായിരുന്നു ജീവനക്കാരന്റെ മൊഴി. ഇതനുസരിച്ച് ബാങ്കിൽ ചെന്ന് ആ ദിവസം നടന്ന ഇടപാടുകളെല്ലാം പരിശോധിച്ചപ്പോൾ ബാങ്കിന്റെ പത്താൻകോട്ട് ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി മനസ്സിലായി. പത്താൻകോട്ടിൽ ദിവിൽ കുമാർ സേവനം അനുഷ്ഠിക്കുന്ന പട്ടാള ക്യാമ്പിലെ സൈനികനായ രാജേഷിന്റെ പേരിലുള്ളതായിരുന്നു ഈ അക്കൗണ്ട്. പട്ടാള ക്യാമ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ രാജേഷിന്റെ ഫോട്ടോ ഫാക്സ് മുഖേന കൈമാറി. ആ ഫോട്ടോ ശാന്തമ്മയെ കാണിച്ചപ്പോൾ പറഞ്ഞത് താടിയില്ലാത്ത അനിൽകുമാറിനെ പോലെയാണ് ഈ രാജേഷ് എന്നാണ്. അന്വേഷിച്ചപ്പോൾ രാജേഷ് ശബരിമലയ്ക്ക് പോകാനായി താടി വളർത്തിയിരുന്നെന്ന വിവരവും കിട്ടി. അങ്ങനെ അനിൽകുമാർ രാജേഷ് ആണെന്നും സുഹൃത്തായ ദിവിൽ കുമാറിന് വേണ്ടിയാണ് ഇയാൾ കൂട്ടക്കൊല നടത്തിയതെന്നും വ്യക്തമായി. ഇതിനിടെ ദിവിൽ കുമാർ തന്റെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ മറ്റൊരു സൈനികന്റെ കൂടെ നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. പക്ഷെ ഡൽഹിയിൽ വെച്ച് ആ സൈനികന്റെ കണ്ണു വെട്ടിച്ച് ദിവിൽ കുമാർ മുങ്ങി. രാജേഷും കാണാമറയത്തായി. പോലീസ് തിരച്ചിൽ ശക്തമാക്കി. കോർ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ച് ഇവരുടെ ATM ഇടപാടുകൾ നിരീക്ഷിച്ചു. പത്താൻകോട്ട്, ഡൽഹി, നാസിക് എന്നിവിടങ്ങളിലെ ATM-കളിൽ നിന്നും ഇവർ പണം പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഇവർ യാത്ര ചെയ്യുകയാണെന്ന് മനസ്സിലായി. ഇതനുസരിച്ച് പോലീസ് ട്രെയിനിൽ നാസിക്കിലെത്തി. പക്ഷെ അതിനും ഒരു ദിവസം മുമ്പേ ഇരുവരും നാഗ്പൂരിലേക്ക് മുങ്ങിയിരുന്നു. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 2 ലക്ഷം രൂപ ഇനാമും പ്രഖ്യാപിച്ചു.
പക്ഷേ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. 2010 കേസ് ഏറ്റെടുത്ത CBIക്കും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 18 വർഷങ്ങൾ. അഞ്ചൽ കൂട്ടക്കൊലക്കേസിലെ പ്രതികൾ പിടികിട്ടാപ്പുള്ളികളായെന്ന് കരുതപ്പെട്ട നാളുകളായിരുന്നു അത്. പക്ഷേ കാലം കാത്തുവെച്ച വിധി മറ്റൊന്നായിരുന്നു. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ ശ്രമം ഫലം കാണുകയായിരുന്നു. രാജേഷിന്റെയും ദിവിലിന്റെയും ചിത്രങ്ങൾ എടുത്ത് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഇവരുടെ രൂപത്തിലുണ്ടാകുന്ന മാറ്റം AI സഹായത്തോടെ സൃഷ്ടിച്ചു. ഇത്തരത്തിൽ 20ഓളം ചിത്രങ്ങൾ തയ്യാറാക്കി. ഇവയുമായി സാമ്യമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്താൽ പോലീസിന്റെ സൈബർ കുറ്റാന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പ് ലഭിക്കുന്ന സംവിധാനവും ഒരുക്കി. അങ്ങനെ 10ലധികം മുന്നറിയിപ്പുകൾ പോലീസിന് ലഭിച്ചു. അതിലൊന്ന് പുതുച്ചേരിയിലെ ഒരു അധ്യാപിക സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുടുംബ ചിത്രമായിരുന്നു. അതിൽ അധ്യാപികയുടെ ഭർത്താവിന് ദിവിൽ കുമാറിന്റെ AI ചിത്രവുമായി സാമ്യമുണ്ടായിരുന്നു. അയാളെ കുറിച്ച് അന്വേഷിച്ചു. വിഷ്ണു എന്നാണ് അയാളുടെ പേര്. പുതുച്ചേരിയിൽ ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം നടത്തുകയാണ് ഇയാൾ. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുന്ന CBI ചെന്നൈ യൂണിറ്റ് പുതുച്ചേരിയിലെത്തി. അപ്പോഴാണ് അയാളുടെ സ്ഥാപനത്തിൽ രാജേഷുമായി സാമ്യമുള്ള പ്രവീൺ കുമാർ എന്നൊരാളെയും കാണുന്നത്. വിവാഹിതരായ ഇരുവർക്കും ഈ പേരുകളിൽ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ഉണ്ടായിരുന്നു. CBI ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഒടുവിൽ തങ്ങൾ ദിവിൽ കുമാറും രാജേഷുമാണെന്ന് അവർ സമ്മതിച്ചു. CCTV ദൃശ്യങ്ങളോ കോൾ ഡേറ്റ റെക്കോർഡുകളോ കിട്ടാൻ പ്രയാസമുള്ള കാലത്ത് നടന്ന കൊലപാതകം. പോലീസിന് പിടികൊടുക്കാതെ പതിറ്റാണ്ടുകൾ സുഖിച്ചു ജീവിച്ചു പ്രതികൾ. ഒടുവിൽ AI സാങ്കേതിക വിദ്യ അവരുടെ ധാരണകൾ തെറ്റിച്ചു. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പിച്ച പ്രതികൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോലീസ് പിടിയിലായി.